ഫാറോസ് ബൈബിൾ സ്കൂളിൻ്റെ ശിഷ്യത്വ പരിശീലന പരിപാടിയിലേക്ക് നിങ്ങളെ ഒരിക്കലൂടെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ശിഷ്യത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സിൻ്റെ 6ാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ യേശുവിനെ അനുഗമിക്കുവാൻ വലിയ പുരുഷാരമുണ്ടായിരുന്നു. എന്നാൽ അവരെ അല്ല യേശു നോക്കിയത്, ശിഷ്യന്മാരെയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 6ാം അധ്യായത്തിൽ അപ്പം നിന്ന് തൃപ്തരായ 5000 പുരുഷന്മാരും അവരോട് ചേർന്നുള്ള വലിയ ജനക്കൂട്ടവും യേശുവിനെ രാജാവാക്കാൻ പോലും തയ്യാറായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവാകുന്നത് ഒരു ബ്ലഡ് ഗിവർ എന്ന നിലയിലായിരിക്കത്തില്ല. ഐ ആം ദ ബ്ലഡ് ഓഫ് ലൈഫ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യും. ഞാനുമായിട്ട് നിങ്ങളൊരു ഉടമ്പടി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ഈ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണം. യേശുവുമായിട്ട് ഉടമ്പടി ചെയ്യാത്ത ഒരാൾക്കും യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല. ആ ഉടമ്പടി അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം തരികയാണെങ്കിൽ വരാമെന്ന് പറയുന്നത് ഉടമ്പടിയൊന്നുമല്ല. ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉടമസ്ഥാവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ കൺട്രോൾ കീ യേശുവിന് വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും യേശുവിനെ അനുഗമിക്കാൻ കഴിയുകയില്ല. വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ പഴയ അവസ്ഥയിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിനെയാണ് സ്വാഭാവികമായി വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്താണ് വീണ്ടെടുപ്പ്? ഒരു വ്യക്തിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി തടവിലാക്കി അവിടെ അയാൾ മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുകയാണെങ്കിൽ നമ്മൾ, ഒരുപക്ഷെ പട്ടാളമോ ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ചെന്ന് അയാളെ വീണ്ടെടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അയാൾ ഏത് അവസ്ഥയിലായിരുന്നോ അതിലേക്ക് മടക്കിക്കൊണ്ടിരുന്നു. അതാണ് വീണ്ടെടുപ്പ്. യേശു വീണ്ടെടുപ്പുകാരനാണ്. ജീസസ് ഇസ് ദ റിഡീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആദ്യം നമ്മൾ ഏത് സ്റ്റേജിലായിരുന്നു ആ സ്റ്റേജിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരിക. ആദ്യം ഏത് സ്റ്റേജിലായിരുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടിയിൽ നമ്മൾ ഏതവസ്ഥയിലായിരുന്നു എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു? ദൈവവുമായുള്ള സംസർഗത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവവുമായുള്ള സംസർഗത്തിൽ അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ദൈവത്തിന് ജീവിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തിന് ജീവിക്കുന്നവനായിരുന്നു. എന്നാൽ പാപം അവനെ ദൈവത്തിന് മരിച്ചവനാക്കി. ഇനി നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ആ ജീവനിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള അർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതായത് യേശുവിനെ നമ്മൾ ഉള്ളിൽ കയറ്റിയാൽ, അവിടുന്ന് നമ്മളുടെ കൺട്രോൾ ഏറ്റെടുത്താൽ, നമ്മൾ വീണ്ടും ദൈവവുമായുള്ള സജീവ ബന്ധത്തിലേക്ക് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പോലെയുള്ള റിലേഷൻ, സംസർഗം സാധ്യമായി തീരും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന ഘടകം വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. വിശുദ്ധരായി തന്നെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അതിന്റെ അർത്ഥം ആ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ അവനിലേക്ക് വ്യാപരിക്കുന്നതാണ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ദൈവവുമായിട്ടുള്ള സംസർഗം നമുക്ക് സാധ്യമായിരുന്നത്. എന്നാൽ ദൈവവുമായുള്ള സംസർഗത്തെ വിട്ട് വിശുദ്ധനായ ദൈവത്തെ മാറ്റി നിർത്തി സ്വയം തീരുമാനമെടുക്കുവാനും ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകുവാനും പരിശ്രമിച്ച മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിന് മരിക്കുകയായിരുന്നു. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. വീണ്ടെടുപ്പ് എന്താണ്? ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനെ ദൈവവുമായി നിരപ്പിച്ച് ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതാണ് വീണ്ടെടുപ്പ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ക്രിയേഷൻ ഹാപ്പൻഡ് ബിക്കോസ് ഗോഡ് നീഡഡ് റിലേഷൻ വിത്ത് മാൻ. ക്രിയേഷൻ റിലേഷന് വേണ്ടിയായിരുന്നു. റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്തിട്ട് ദൈവവുമായിട്ട് വേർപെട്ടു. അതിനെയാണ് പാപം എന്ന് പറയുന്നത്. Sin bifurcated man. So creation, relation, then പാപം വന്നപ്പോൾ ബൈഫർക്കേഷൻ. അപ്പോഴും ദൈവം എന്ത് ചെയ്തില്ല? മനുഷ്യനെ വിട്ടുകളഞ്ഞില്ല, അവനെ സ്നേഹിക്കാതിരുന്നില്ല. ദൈവം അവനെ പേഴ്സ്യൂ ചെയ്തു. അതാണ് പേഴ്സുവേഷൻ. പാപം ചെയ്ത ദിവസം തന്നെ മനുഷ്യനെ തിരക്കി ഭൂമിയിൽ ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നവനായ ദൈവം സ്നേഹത്തിന്റെ മകുടോദാഹരണമാണ്. അങ്ങനെ പാപം ചെയ്ത മനുഷ്യനെ തേടി വരുന്നതായ ആ ദൈവം പിന്നീടുള്ള ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്ന അതാണ്. എല്ലാ മനുഷ്യരും ഭൂമിയിൽ പാപം ചെയ്തപ്പോൾ നോഹയ്ക്ക്
ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവവും നോഹയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. ആ നോഹയിലൂടെ ദൈവം മനുഷ്യവർഗത്തോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടു. പിന്നീട് മനുഷ്യ ചരിത്രം പഠിക്കുമ്പോൾ എല്ലായിടത്തും, ഇസ്രായേലിന്റെ ചരിത്രത്തിലും ഇസ്രായേലിന് പുറത്തും നമ്മൾ കാണുന്നത് ദൈവം പ്രവാചകന്മാരെ അയക്കുന്നു. എന്തിനാണ്? മടങ്ങി വരിക, പേഴ്സുവേഷനാണ്. ദൈവത്തിന്റെ ഈ പേഴ്സുവേഷൻ എന്താണ്? ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ്. അതിന് പ്രവാചകന്മാരെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ അവർ പ്രവാചകനിലേക്ക് വന്നാൽ പോരാ, ദൈവത്തിലേക്ക് തന്നെ മടങ്ങി വരണം. ദൈവത്തിലേക്ക് മടങ്ങി വന്നാലും വീണ്ടും ആ സംസർഗത്തിലേക്ക് വരണമെങ്കിൽ ഒരു വലിയ തടസ്സം ഇടയ്ക്ക് നിൽപ്പുണ്ട്. അതാണ് മനുഷ്യന്റെ പാപം. വീണ്ടും സംസർഗം സാധ്യമാകണമെങ്കിൽ മനുഷ്യന്റെ പാപം ഇല്ലാതെയാകണം. പാപിയായ മനുഷ്യനും വിശുദ്ധനായ ദൈവവും തമ്മിൽ സംസർഗം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം പേഴ്സ്യൂ ചെയ്യുമ്പോഴും ദൈവത്തിന്റെ മനസ്സിൽ, ദൈവത്തിന്റെ പ്ലാനിൽ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മെ പാപരഹിതരാക്കുക എന്ന പ്ലാൻ. കാരണം പാപരഹിതരാക്കിയാൽ മാത്രമേ വീണ്ടെടുപ്പ് അഥവാ ആ പഴയ സംസർഗത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പാപം ചെയ്ത മനുഷ്യനെ ഓക്കെ, കുഴപ്പമില്ല, നീങ്ങി പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നീതിമാനാകയില്ല എന്ന് നിങ്ങൾക്കറിയാം. വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും തമ്മിലുള്ള സംസർഗം സാധ്യമാകണമെങ്കിൽ മനുഷ്യനിലെ പാപത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. മനുഷ്യൻ ചെയ്തു പോയ പാപങ്ങളുടെ ശിക്ഷ, അത് ദൈവത്തിന്റെ നീതി അനുസരിച്ച് മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നവനായി മനുഷ്യൻ മരിച്ചാൽ എന്നേക്കും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നവനായി തന്നെ നിത്യത മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. അത് കഴിയാതിരിക്കണമെങ്കിൽ അവന്റെ വീണ്ടെടുപ്പ് നടക്കണം. അവന്റെ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഈ പാപത്തിന് പരിഹാരം ഉണ്ടാകണം. പാപത്തിന്റെ ശിക്ഷ എന്താണ്? നമ്മൾ കണ്ടല്ലോ, പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. അപ്പോൾ പാപം ചെയ്യുന്ന എല്ലാ ദേഹിയും മരിക്കും. അതിൽ നിന്ന് ഒരു വിമോചനം ലഭിക്കണമെങ്കിൽ ഈ പാപിയായ മനുഷ്യന് പകരമായിട്ട് ഒരാൾ മരിക്കണം. അതും പാപിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ പറ്റത്തില്ല, പാപം ചെയ്യാത്ത ഒരു വ്യക്തി മരിക്കണം. ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേരെ, ഒരുപക്ഷെ ഒരു കൊലപാതകത്തിൽ കൂട്ടാളികളായിരുന്ന രണ്ടുപേർക്കും കൂടെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിൽ ഒരാൾ പറയാണ്, ബഹുമാനപ്പെട്ട കോടതി, എന്റെ കൂട്ടുകാരനെ കൊല്ലരുത്, അവന് പകരമായിട്ട് ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാര്യം രണ്ടുപേരും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി മരിക്കാൻ കഴിയുകയില്ല. ദൈവം പ്രവാചകന്മാരെ ദൈവത്തിന്റെ സന്ദേശവുമായി ജനങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചു, ആ പേഴ്സുവേഷന്റെ ഭാഗമായിട്ട്. പക്ഷേ ഒരു പ്രവാചകന് പോലും ഈ പാപം ചെയ്ത മനുഷ്യന് പകരമായിട്ട് മരിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രവാചകന്റെ മരണം പോലും വീണ്ടെടുപ്പ് വിലയാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ആർക്കും കഴിയുകയില്ല. 49 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. ഒരു മനുഷ്യനും പാപിയായ എനിക്ക് പകരം ഒരു വീണ്ടെടുപ്പ് വില കൊടുത്ത് എന്നെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയില്ല. അതിന് പാപം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിയുന്ന, പാപം ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടാകണം. അങ്ങനെ ആരുമില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇൻകാർണേഷൻ അനിവാര്യമായത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുത്ത് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഭൂമിയിൽ ജഡാവതരണം ചെയ്ത ദൈവമാണ് യേശു. യേശുവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. യേശു ന്യായാധിപതിയാണ്. യെസ്, അവനാണ് ന്യായം വിധിക്കുന്നത്, അവനാണ് ശിക്ഷ വിധിക്കുന്നത്. ആ ശിക്ഷ വിധിക്കുന്ന ദൈവത്തിന് തന്നെ ദൈവം വീണ്ടെടുപ്പ് വില കൊടുക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് വി സീ. ഒരു ജഡ്ജിയുടെ മകൻ വളരെ മാരകമായ ചില പാതകങ്ങൾ ചെയ്ത് അവനെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ന്യായാധിപതിയായ പിതാവ് നീതിയുള്ള വ്യക്തിയാണെങ്കിൽ, അവൻ തെറ്റ് ചെയ്തു, അവനെ ഇപ്പൊ എന്തോ ചെയ്യാനാ, എന്റെ മോനല്ലേ, അതുകൊണ്ട് അവനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നീതിയുള്ള ന്യായാധിപതി അല്ല. എന്നതുപോലെ പാപം ചെയ്ത മനുഷ്യനെ വെറുതെ വിട്ടാൽ ദൈവം നീതിയുള്ള ന്യായാധിപതിയല്ല. എന്നാൽ ജഡ്ജി ശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് വെക്കുക, അവന് എന്റെ മകനെന്ന് പറയത്തില്ല, പാപം ചെയ്ത
ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ഈ വ്യക്തിക്ക് അവന്റെ കുറ്റത്തിന്റെ ശിക്ഷയായി ഞാൻ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു, 12 വർഷം ജയിലിൽ കിടക്കണം. നാച്ചുറലി അതാണ് നീതിയുള്ള വിധി. ഉദാഹരണങ്ങൾ പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, എങ്കിലും ഞാൻ മനസ്സിലാക്കാനായിട്ട് ചില ഉദാഹരണം പറയുകയാണ്. ഈ ജഡ്ജി ശിക്ഷ വിധിച്ചതിന് ശേഷം പറയുകയാണ്, എൻ്റെ മകൻ, അവനൊരു ജീവിതം ആവശ്യമുണ്ട്, അവനൊരു ജീവിതം കൊടുക്കുവാൻ ഞാൻ എൻ്റെ ജീവിതം അവന് പകരമായിട്ട് ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ അനുഭവിക്കേണ്ടതായ 12 വർഷത്തെ തടവ് ശിക്ഷ ഞാൻ അനുഭവിക്കുവാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ന്യായാസനത്തിൽ നിന്ന് ജഡ്ജിയുടെ കുപ്പായം ഊരി മാറ്റിവെച്ചിട്ട് ഇറങ്ങി വന്ന് ജഡ്ജിയുടെ സ്വാഭാവികമായ വസ്ത്രം മകന് കൊടുത്തിട്ട് മകന്റെ കുറ്റവാളിയുടെ വസ്ത്രം ധരിച്ച് മകന് വെച്ചിരിക്കുന്ന കാരാഗ്രഹ വസ്ത്രം സ്വയം ഏറ്റെടുത്ത് മകനെ സ്വതന്ത്രനാക്കി ജഡ്ജി ജയിലിലേക്ക് 12 വർഷത്തെ തടവിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ഈ ജഡ്ജി സ്നേഹമുള്ള ഒരു പിതാവാണ്, എന്നാൽ നീതിയുള്ള ന്യായാധിപതിയുമാണ്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ഇതേപോലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തപ്പോൾ നാച്ചുറലി ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്, മരണമാണ് അവന് ശിക്ഷയായി ലഭിക്കേണ്ടത്. മനുഷ്യന് ആ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ന്യായാധിപതിയുടെ സിംഹാസനത്തിലിരിക്കുന്നവനായ ദൈവം ആ ന്യായാധിപതിയുടെ സിംഹാസനത്തിൽ നിന്ന് ആ ജഡ്ജിയുടെ വേഷം അഴിച്ചു വെച്ചിട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ജഡാവതരണം. അങ്ങനെ ഇറങ്ങി വന്ന് ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യെസ്, യേശു ദൈവമായിരുന്നു, പിതാവിനോട് ചേർന്ന് ജീവിച്ചവൻ. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 18-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനായ ദൈവം, ജഡാവതരണം ചെയ്തവനായ ദൈവം, അതാണ് യേശു ക്രിസ്തു. ഹി കെയിം ഡൗൺ. എന്തിനാ? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ. അതിനുവേണ്ടി ജഡാവതരണം അനിവാര്യമായിരുന്നു. കാരണം മരിക്കണമെങ്കിൽ പോലും അവന് മനുഷ്യനായാലേ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് ദ തിങ്. അതാണ് ഇൻകാർണേഷനിൽ നമ്മൾ കാണുന്നത്. ഹി ഈസ് കമ്മിങ് ഡൗൺ. ആ ഡൗൺ പ്രോസസ്സ് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത് അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള മഹത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. നോക്കുക ആ ഡൗൺ പ്രോസസ്. അവിടെ എഴുതിയിരിക്കുന്ന, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, who existing in the form of God counted not the being on an equality with God a thing to be grasped. അവൻ ദൈവത്തിന് സമനായിരിക്കെ, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. യു സി, ഡോണ്ട് കൺസിഡർ ജീസസ് ആസ് എ ലെസർ ഗാഡ്. യേശു ഒരു പ്രവാചകനാണ്, യേശു ഒരു അവതാരമാണ്, ഒത്തിരി അവതാരങ്ങളുണ്ട്, അതിനകത്തൊരു അവതാരമാണ് എന്നൊന്നും ഒരിക്കലും പറയരുത്. ജീസസ് ഈസ് ഗോഡ്. അവൻ വെറും ഒരു പ്രവാചകനല്ല, അവൻ ദൈവമാണ്. ആ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് നീതി നിർവഹിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നു. അത് അവന്റെ കരുണയാണ്, അവന്റെ സ്നേഹമാണ്, അവന്റെ കൃപയാണ്. അവൻ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അവൻ ചെറിയ ആളാണെന്ന് ചിന്തിക്കരുത്.
യു ആർ സീയിങ് ഗാഡ്. അതാ യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി അവനെ കണ്ടു. ഈസ് നോ വേ ലെസർ ദാൻ ഗാഡ്. ദൈവമായ യേശു കർത്താവ്. 6-ാമത്തെ വാക്യത്തിൽ who existing in the form of God counted not the being on an equality with God. He is equal with God. പക്ഷെ അവൻ ഇറങ്ങി വരുന്നതായ ഒരു സ്റ്റേജ്, അതവന്റെ കരുണ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ പറയുന്നത് എന്തോരം അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ ഒരു ജേണൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ മാഗസിന് വേണ്ടി ജെയിംസ് ഇർവിൻ അസ്ട്രോനോട്ടാണ്, ചന്ദ്രനിൽ യാത്ര ചെയ്തിട്ടുള്ള, ചന്ദ്രനിൽ നടന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ നടത്തിയ സമയത്ത് ഞങ്ങൾ ജേർണലിസ്റ്റുകൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ചന്ദ്രനിൽ നടന്നപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഇറ്റ് ഈസ് വണ്ടർഫുൾ, മാൻ വാക്കിംഗ് ഓൺ മൂൺ ഈസ് വണ്ടർഫുൾ, ബട്ട് വെൻ യു സീ ഗോഡ് വാക്കിംഗ് ഓൺ എർത്ത്, മാൻ വാക്കിംഗ് ഓൺ മൂൺ ഈസ് നത്തിങ്. മനുഷ്യൻ ചന്ദ്രനിൽ നടക്കുക എന്ന് പറയുന്നത് തീർച്ചയായും വളരെ വലിയ കാര്യമാണ്. എന്നാൽ ദൈവം ഭൂമിയിൽ നടന്നു എന്ന് പറയുന്നതുമായി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ നടന്നു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നെ വളരെ സ്വാധീനിച്ച ഒരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെ പോലെ ഇറങ്ങി വന്നു ജഡാവതരണം ചെയ്ത് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ്. അതാണ് ഇൻകാർണേഷൻ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം ഭൂമിയിൽ വന്ന് എത്ര വലിയ രീതിയിൽ ജീവിച്ചാലും അത് വലിയ കാരുണ്യമാണ്, അത് വലിയ ത്യാഗമാണ്. ഇറ്റ് ഈസ് സാക്രിഫൈസ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴും ആ ഡൗൺ പ്രോസസ് ഒന്ന് ആലോചിച്ചേ. ആ ക്രിസ്തുവേശുവിലെ ഭാവം, അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴും ഭൂമിയിലെ ഏറ്റവും വലിയ ആളായിട്ടല്ല അവൻ ഭൂമിയിലേക്ക് വന്നത്. ഞാൻ ചിലപ്പോൾ ഭാവനയിൽ കാണാറുണ്ട്, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള തീരുമാനം അവൻ ദൂതന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞെന്നിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ദൂതന്മാരുടെ പ്രതികരണം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ദൂതന്മാർ ഒരുപക്ഷെ പറയും, ദൈവമേ നീ ഭൂമിയിലേക്ക് പോകാനോ? അയ്യോ, ഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. ഞാൻ മാനുഷിക ഭാഷയിലൊക്കെ പറയുകയാണ് കേട്ടോ. ഭൂമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അയ്യോ, എന്തൊരു ചൂടാണെന്നറിയാം അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. നീ എന്തിനാ ഭൂമി പോകുന്നേ? ബിക്കോസ് ഐ വാണ്ട് ടു സേവ് മൈ പീപ്പിൾ. ഐ ലവ് മൈ പീപ്പിൾ. ഞാൻ എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ, ഞാനുമായുള്ള സംസർഗത്തിൽ കഴിഞ്ഞ മനുഷ്യൻ, അവനെ എനിക്ക് ഞാനുമായുള്ള സംസർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അതിനെനിക്ക് കഴിയണമെങ്കിൽ ഇൻകാർണേഷൻ ഈസ് ഇൻഎവിറ്റബിൾ. ബിക്കോസ് സഹോദരന്റെ വീണ്ടെടുപ്പ് വില തരാനായിട്ട് ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചെന്ന് മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില ഞാൻ കൊടുക്കും. ആർക്കും കൊടുക്കാനല്ല, ആ നീതി, ആ ദൈവനീതിയുടെ സംതൃപ്തിക്ക്, ദൈവനീതിയുടെ നടത്തിപ്പിന് മനുഷ്യർക്ക് പകരമായിട്ട് മരിക്കും. അതിന് എനിക്ക് ഇൻകാർണേഷൻ അനിവാര്യമാണ്. അപ്പോ ദൂതന്മാർ ഒരു പക്ഷേ പറഞ്ഞു കാണും, ദൈവമേ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിനക്ക് താമസിക്കത്തക്ക രീതിയിലൊക്കെ ഒരു സൗകര്യമായിട്ട് ഞങ്ങൾ ഈ ഭൂമി അങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ? ഞാൻ തമാശയ്ക്ക് പറയാണ്. കർത്താവ് പറഞ്ഞു, നോ, ഈ ഭൂമി എങ്ങനെയാണോ അങ്ങനെ തന്നെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൂതന്മാർ പറഞ്ഞു, കർത്താവേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഭൂമിയിൽ ഒരുമാതിരിയൊക്കെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലം ഇപ്പോഴ് നമ്മൾ പറഞ്ഞാൽ ഈ റോമൻ സീസറിന്റെ കൊട്ടാരമാണ്. കാര്യം റോം ആണ് ലോകത്തെ ഭരിക്കുന്നത്. അവിടെ ഞങ്ങൾ അതൊക്കെ ഒന്ന് എയർ കണ്ടീഷൻ ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയാലോ, ഒരു ക്ലീൻ ആക്കിയാൽ നിനക്കവിടെ വസിക്കാനായിട്ട്. കർത്താവ് പറഞ്ഞു, നോ, ഞാൻ റോമനായിട്ടല്ല ജനിക്കുന്നത്, ഞാൻ ജനിക്കാൻ പോകുന്നത് ഒരു യഹൂദനായിട്ടാണ്. അതെന്താ ഈ പറയുന്നത്? നിനക്കറിയാമല്ലോ, യഹൂദന്മാരെന്ന് പറയുന്നത് ഒരു അടിമവർഗമാണ്. അവിടെ എന്തിനാ നീ ജനിക്കുന്നത്? കർത്താവ് പറഞ്ഞു, അടിമവർഗത്തിൽ ജനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഞാൻ എല്ലാവർക്കും പ്രാപ്യനായിത്തീരണം. ഒരു വംശത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത്. കർത്താവെ, അങ്ങനെയാണെങ്കിൽ ഈ യഹൂദന്മാരുടെ രാജാവ് ഹേരോദുണ്ട്, ഹേരോദിന്റെ കൊട്ടാരം ഞങ്ങൾ അങ്ങ് എയർ കണ്ടീഷൻ ചെയ്താലോ? ഉടനെ യേശു പറഞ്ഞു, അതിന് ഞാൻ ഹേരോദാവിന്റെ കൊട്ടാരത്തിലല്ലല്ലോ ജനിക്കാൻ പോകുന്നത്, പിന്നെ ഞാൻ അവിടുത്തെ ഒരു കാർപ്പന്ററുടെ മകനായിട്ടാണ് ജനിക്കാൻ പോകുന്നത്, യോസഫ് എന്ന തച്ചന്റെ മകനായിട്ട്.
അയ്യോ കർത്താവേ, അയാൾ വലിയ ധനികനൊന്നും അല്ല കേട്ടോ, അയാൾക്ക് പറയുന്ന നല്ല വീടും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങളൊരു കാര്യം ചെയ്യട്ടെ, എന്താണെങ്കിലും അയാളുടെ വീടൊന്ന് നന്നാക്കി നിനക്ക് താമസിക്കത്തക്ക രീതിയിൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കട്ടെ. ഉടനെ യേശു പറഞ്ഞു, അതിന് ഞാൻ അയാളുടെ വീട്ടിൽ പോലും അല്ല ജനിക്കാൻ പോകുന്നത്, ഞാനൊരു പുൽത്തൊഴുത്തിലാണ് ജനിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹി വാസ് കമ്മിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ഇൻകാർണേഷന്റെ പ്രത്യേകത എന്താണ്? യേശു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരിൽ നിന്ന് മാറി നിന്നിട്ടല്ല, മനുഷ്യരിൽ ഒരാളായിട്ട്. ഇൻകാർണേഷന്റെ ഒരു പ്രത്യേകത, ദ പാത്ത് ഓഫ് ഇൻകാർണേഷൻ വാസ് ദ പാത്ത് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഒരു സാധാരണ മനുഷ്യനോട് ഏകീഭവിക്കുന്ന, ഐഡന്റിഫൈ ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ഈ ഐഡന്റിഫിക്കേഷന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. ശരിക്കും ഈ ഇൻകാർണേഷനെ കുറിച്ച് പഠിക്കുമ്പോഴുണ്ടല്ലോ, ഇത് എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നറിയാമോ? സകലത്തിലും എല്ലാ രീതിയിലും മനുഷ്യനോട് ഏകീഭവിക്കുവാൻ തീരുമാനമെടുത്തു വന്നവനായിരുന്നു യേശു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എവ്രിതിങ്, therefore he had to be made like his brothers in every respect, സകലത്തിലും, so that he might become a merciful and faithful high priest in the service of God to make propitiation for the sins of people. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന്, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന്. നോക്കുക, എല്ലാ മനുഷ്യന്റെയും അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ കർത്താവ് തയ്യാറായി. റോമിലെ സീസറിന്റെ കൊട്ടാരത്തിൽ ജനിക്കാനല്ല, ഒരു അടിമ വംശത്തിൽ ജനിക്കുവാൻ, അതും ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ ജനിക്കുവാനല്ല, ഒരു തൊഴിലാളിയായ ഒരു തച്ചന്റെ വീട്ടിൽ ജനിക്കുവാൻ, അവന്റെ വീട്ടിൽ പോലും എല്ലാവരോടും ഏകീഭവിക്കുവാൻ, ഒരു വീട് പോലും ഇല്ലാതെ പുൽത്തൊഴുത്തിൽ ജനിക്കുവാൻ, അങ്ങനെ എല്ലാ രീതിയിലും മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുവാൻ. എബ്രായർ 2:14 കാണുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, who we are children of God. When God created man, നമ്മൾ മക്കളായിരുന്നു. ആദം ദൈവത്തിന്റെ മകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും നമ്മളെ മക്കളാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഇൻകാർണേഷൻ വാസ് എസെൻഷ്യൽ ഫോർ സാൽവേഷൻ. നമ്മുടെ രക്ഷയ്ക്ക് ഇൻകാർണേഷൻ അനിവാര്യമായിരുന്നു. ആ ഇൻകാർണേഷനിൽ ജഡാവതരണം ചെയ്ത യേശു ഇറങ്ങി വരുമ്പോൾ, യേശു നമ്മളിൽ ഒരാളെ പോലെ ആകേണ്ടതിന്, ഇതൊക്കെ മാനുഷിക ഭാഷയാണ്, അവൻ നോക്കിയപ്പോൾ രക്ഷിക്കേണ്ട മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാണ്. They have a body. When God created man, God did not have a body, but man had a body. എന്നാൽ വീണ്ടെടുപ്പിന്റെ സമയത്ത് കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? He himself came in the form of a man, and he took the form of a man, and he came in bodily form. ദൈവത്തിന്റെ ഒരു കരുണ ഒന്ന് ആലോചിച്ചേ. അതാണ് ഇൻകാർണേഷന്റെ പ്രത്യേകത, ഐഡന്റിഫിക്കേഷൻ. എനിക്ക് ശരീരവും രക്തവും ഒക്കെ ഉള്ളത് കൊണ്ട് എന്നെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ദൈവം, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം എന്നെ വീണ്ടെടുക്കുവാൻ എന്നെ പോലെ ഒരാളായി തീർന്നു. ഹൗ വണ്ടർഫുൾ, ഹൗ സ്വീറ്റ്, ഹല്ലേലൂയ. എന്ന് തന്നെയല്ല 10-ാമത്തെ വാക്യത്തിൽ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ദൈവം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മനുഷ്യർക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധികളുണ്ട്. നമ്മളെ തേജസ്സിലേക്ക് കൊണ്ടുപോകുവാനാണ് യേശു വന്നത്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, അതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നപ്പോൾ കഷ്ടതയിൽ നിന്ന് മാറി നിന്നില്ല, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നൊക്കെ പലരും പറയും, he was a rich man, he
യേശുവിനെ കുറിച്ചൊക്കെ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറയുന്ന പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇതൊന്നും കേൾക്കരുത്. അവൻ കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ. That means every kind of afflictions. You know why? You and me, we are people who are afflicted. കഷ്ടം അനുഭവിക്കുന്ന എന്നോട് ഏകീഭവിക്കുക, ഐഡന്റിഫിക്കേഷൻ. അവൻ കഷ്ടം അനുഭവിക്കുന്നവനായി. ഇതാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. Incarnation itself is a sacrifice, but when he was incarnated, he was identifying in every respect with mankind. ഞാൻ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. ഞാൻ കഷ്ടാനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് അവനും കഷ്ടം അനുഭവിച്ചു. ഗോഡ് മെയ്ഡ് ഹിം പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു ഇച്ചിരി കഷ്ടം അനുഭവിച്ചെന്നല്ല, ഏത് മനുഷ്യനും അനുഭവിക്കാൻ സാധ്യതയുള്ള സാധാരണ എല്ലാ കഷ്ടങ്ങളിലൂടെയും അഫ്ലിക്ഷൻസിലൂടെയും അവൻ കടന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് മെയ്ഡ് ഹിം പെർഫെക്റ്റ് ത്രൂ ഹിസ് സഫറിംഗ്. ഇൻ ബർത്ത് ഹി ഐഡന്റിഫൈഡ് വിത്ത് മീ, ഇൻ ലൈഫ് ഹി ഐഡന്റിഫൈഡ് വിത്ത് മീ. അടുത്ത ഒരു കാര്യം 9-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് സ്റ്റെപ്പ്, എനിക്ക് ഭൂമിയിൽ മരണമുണ്ട്, അതുകൊണ്ട് അവനും മരണം അനുഭവിച്ചു. ഓഫ് കോഴ്സ് അവന്റെ മരണമാണ് എൻ്റെ രക്ഷ സാധ്യമാക്കി തീർത്തത്. ദാറ്റ് ഈസ് വൺ തിങ്. എന്നാൽ അതിനകത്ത് മറ്റൊരു ആസ്പെക്ട് കൂടെ ഉണ്ട്. ഹി വാസ് ഐഡന്റിഫൈയിങ് വിത്ത് മീ ഇൻ എവറി റെസ്പെക്ട്. മരണത്തിൽ പോലും, ഈവൻ ഇൻ ഡെത്ത് ഹി ഐഡന്റിഫൈഡ് വിത്ത് മീ. എനിക്ക് ജഡരക്തങ്ങൾ ഉള്ളത് കൊണ്ട് അവൻ ജഡരക്തങ്ങളോട് കൂടിയവനായി. എനിക്ക് കഷ്ടതയുള്ളത് കൊണ്ട് അവനും എന്നെ പോലെ കഷ്ടം അനുഭവിക്കുന്നവനായി. എനിക്ക് മരണമുള്ളത് കൊണ്ട് അവനും മരണം അനുഭവിക്കുന്നവനായി. ഹി ബിക്കേം എ മാൻ. ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. എന്താ ദൂതന്മാരിൽ നിന്ന് യേശുവിന് താഴ്ച ഉണ്ടായത്? യുനോ, ദൂതന്മാർക്ക് മരണമില്ല. എന്നാൽ യേശുവിന് അവന്റെ മരണത്തിലൂടെ മാത്രമേ എന്നെ വീണ്ടെടുക്കാൻ കഴിയൂ എന്നതുകൊണ്ട് യേശു ഭൂമിയിലേക്ക് ദൂതന്മാരുടെ ലെവലിലേക്കല്ല, അതിനേക്കാൾ താഴെയുള്ള ഒരു ലെവലിലേക്ക് ശരീരം വഹിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. He had a body like me. The incarnation of Jesus, it was in the path of identification. സകലത്തിലും നമ്മോട് ഏകീഭവിച്ചവനായ യേശു. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? പേഴ്സുവേഷൻ ചെന്നെത്തിയത് ഇൻകാർണേഷനിലാണെങ്കിൽ, ഇൻകാർണേഷൻ നടന്നത് ഐഡന്റിഫിക്കേഷന്റെ വഴിയിലൂടെയാണെങ്കിൽ, ഈ ഐഡന്റിഫിക്കേഷൻ നടന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ ജീസസ് ടു ബിക്കം എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ മീ. സബ്സ്റ്റിറ്റ്യൂഷനാണ്. എനിക്ക് പകരക്കാരനാകുവാൻ യേശുവിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഹി ഐഡന്റിഫൈഡ് വിത്ത് മീ. അവൻ എനിക്ക് പകരക്കാരനായി. 2 കൊരിന്ത്യരുടെ ലേഖനം 5-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി, പകരക്കാരനാക്കി. അവൻ പാപം അറിഞ്ഞിട്ടില്ല. ഹി നെവർ 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 കമ്മിറ്റഡ് സിൻ. അങ്ങനെ പാപം അറിഞ്ഞിട്ടില്ലാത്ത യേശുവിനെ മരണത്തിന് സ്പർശിക്കാൻ കഴിയില്ല. ദൈവം എന്ത് ചെയ്തു? യേശുവിനെ നമുക്ക് പകരം പാപമാക്കി. പാപിയാക്കി എന്ന് പറയുന്നത് ശരിയല്ല, പാപമാക്കി. God took my sin. He was a substitute. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ യേശുവിന്റെ മേൽ എന്റെ പാപം ചുമത്തിയത് കൊണ്ടാണ് ക്രൂസിഫിക്ഷൻ സാധ്യമായത്. ഇൻകാർണേഷൻ നടന്നത് ഐഡന്റിഫിക്കേഷന്റെ വഴിയിലൂടെയാണ് എന്ന് നമ്മൾ കണ്ടു. ഐഡന്റിഫിക്കേഷൻ നടന്നത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എളുപ്പമായി എന്ന് ഞാൻ കണ്ടു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത് കൊണ്ടാണ് ക്രൂസിഫിക്ഷൻ നടന്നത്. ഇല്ലെങ്കിൽ നടക്കത്തില്ല. എന്റെ പാപം അവന്റെ മേലായപ്പോൾ അവൻ എനിക്ക് പകരക്കാരനായി, സബ്സ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ക്രൂസിഫിക്ഷൻ നടക്കുന്നത്. ഞാൻ സാധാരണ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ക്രൂസിൽ നടന്നത് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. എന്താണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം? ഇത് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയുകയാണ്. ഒരു ഭാവന. യേശു എന്നോട് പറയുകയാണ്, സജു, വി വിൽ എൻ്റർ ഇൻ ടു എൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം. നമുക്ക് ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. എന്താണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം? എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലൊരു കാറുണ്ട്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, സജു, നിന്റെ കാർ എനിക്ക് താ, എൻ്റെ കാർ ഞാൻ നിനക്ക് തരാം. അതാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് എൻ്റെ കാറ് എൻ്റെ കൂട്ടുകാരൻ്റെ വകയും കൂട്ടുകാരൻ്റെ കാറ് എൻ്റെ വകയുമായി തീരും. ഇതേപോലെ യേശു കർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, നിനക്കുള്ളത് എനിക്ക് താ, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. എനിക്ക് ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് ഐ ആം എ ഹ്യൂമൻ ബീയിങ്. വാട്ട് ഡു ഐ ഹാവ്? ലിറ്റിൽ തിങ്സ്. പക്ഷേ യേശു ആരാണ്? ഹി ഈസ് ഗോഡ്. സോ എനിക്കുള്ള ചില്ലറ അങ്ങോട്ട് കൊടുത്താൽ അവനുള്ളതല്ല എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. അപ്പൊ ആവേശത്തിൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഇസ് ഡൺ, ഓക്കെ, ഐ എം റെഡി ടു ഗിവ് ഓൾ ദാറ്റ് ഐ ഹാവ്. എന്നെ കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഒന്ന് ഇരുന്നൊന്ന് എഴുത്, എന്താണ് നിനക്കുള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്താ എനിക്കുള്ളത്? ഒരു കടലാസൊക്കെ എടുത്ത് ഞാൻ എഴുതാൻ തുടങ്ങി. ഐ ഹാവ് സം മണി. അപ്പൊ ഞാൻ ആ പൈസ ഒക്കെ എഴുതി, ഹൗ മച്ച് മണി ഐ ഹാവ്. ഇത് ഭാവനയാണ് കേട്ടോ. അങ്ങനെ അത് എഴുതി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഐ ഹാവ് ദിസ് മച്ച് മണി. ഉടനെ കർത്താവ് പറഞ്ഞു, ഹൂസ് മണി ഈസ് ഇറ്റ്? ഇത് ആരുടെ പൈസയാ? ഉടനെ ഞാൻ തന്നെ ആലോചിച്ചു, ഇത് ആരുടെ പൈസയാ? ഇതെല്ലാം ആര് തന്നതാ? യേശു തന്നതല്ലേ. കർത്താവ് പറഞ്ഞു, എടാ, ഇത് നിന്റെ പൈസയല്ല, ദിസ് ഇസ് മൈ മണി. ഞാൻ പറഞ്ഞത് ഞാൻ നിനക്ക് തന്നത് ഇങ്ങോട്ട് തരാനല്ല, നിന്റേത് എന്ന് പറഞ്ഞ് നിനക്ക് എന്തുള്ളൂ അത് തരാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിച്ച്, ശരിയാണല്ലോ, എല്ലാം കർത്താവ് തന്നതല്ലേ. പിന്നെ കുറച്ച് വസ്തുവുണ്ട് വല്യപ്പന്മാര് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, കുറച്ച് വസ്തുവുണ്ട്, അത് തന്നാലും. ഉടനെ കർത്താവ് പറഞ്ഞു, നീ വായിച്ചിട്ടില്ലേ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പൊ പിന്നെ അത് നിന്റെ അല്ലല്ലോ, ഇറ്റ് ബിലോങ്സ് ടു മീ. ചലോ, പൈസ പറഞ്ഞപ്പോൾ അത് യേശു എനിക്ക് തന്നതാ, വസ്തു അതും യേശു തന്നതാ. പിന്നെ ഞാൻ എന്താ കൊടുക്കുന്നത്? കർത്താവേ, ഞാൻ എൻ്റെ ആരോഗ്യം തരാം. ആരോഗ്യം ആര് തന്നതാ? ദൈവമല്ലേ. അപ്പൊ അതും ദൈവത്തിന് കൊടുക്കാൻ പറ്റില്ല, കാര്യം എൻ്റെതല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ എൻ്റെ സമയം ഞാൻ നിനക്ക് തരാം. സമയം ആര് തന്നതാ? കർത്താവ് തന്നതാ. അപ്പൊ അതും ഒരു വലിയ കാര്യമല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആകെ ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലായി. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി, നിന്റേത് എന്ന് പറയാൻ നിനക്കൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അത്? എന്തു പറഞ്ഞാലും യേശു പറയും, അതെ, ഞാൻ തന്നതാ, ഞാൻ തന്നതാ. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു, എന്നാൽ ഇതുമായിട്ട് നീ യേശുവിൻ്റെ അടുത്ത് എന്നാൽ യേശു ഒരിക്കലും പറയില്ല അത് യേശു തന്നതാണെന്ന്. അതെന്താണ് എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി. അത് എൻ്റെ പാപമാണ്. ദാറ്റ് ഈസ് മൈ സിൻ. യേശുവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാപവുമായി ചെല്ലുമ്പോൾ കർത്താവ് ഒരിക്കലും പറയത്തില്ല അത് ഞാൻ നിനക്ക് തന്നതാണ് എന്ന് പറയില്ല. മൈ സിൻ ആർ മൈ സിൻസ്. എൻ്റെ പാപം എൻ്റേതാണ്. പിന്നെ പാപത്തിനൊരു പരിമിതിയുണ്ട്, അതാണ് മരണം. അപ്പോൾ പാപവും മരണവും ഞാൻ യേശുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഭൂമിയിലൊന്നുമില്ല എക്സെപ്റ്റ് മൈ സിൻസ് ആൻഡ് ദ കോൺസിക്വൻസ് ഓഫ് മൈ സിൻസ്, ദാറ്റ് ഇസ് ഡെത്ത്. കർത്താവേ, എൻ്റെ പാപവും അതിൻ്റെ പരിണിതി ഫലമായ മരണവും ഒഴികെ വേറെ ഒന്നും എനിക്ക് സ്വന്തമായിട്ടില്ല കർത്താവേ. യേശുവിനോട് പറഞ്ഞു, ദാറ്റ് ഈസ് ട്രൂ. അതാ, അത് ശരിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് അത് തരാനാ. ഐ നീഡ് ഓൺലി ദിസ്. യു ഗിവ് മീ യുവർ സിൻസ്. നിന്റെ പാപം എനിക്കുതാ, നിന്റെ മരണം എനിക്കുതാ, ഞാനത് ഏറ്റെടുക്കാം. നിന്റെ പാപത്തിന് പകരം ഞാൻ എൻ്റെ നീതി നിനക്ക് തരാം. നിന്റെ മരണത്തിന് പകരം എൻ്റെ ജീവൻ ഞാൻ നിനക്ക് തരാം. ഇതാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. കാൽവറി ക്രൂശിൽ നടക്കുന്ന കാര്യം ഇതാണ്. കാൽവറി ക്രൂശിൽ നടക്കുന്നതാണ്. യേശു എൻ്റെ പാപം ഏറ്റെടുത്തു, അവന്റെ നീതി അവൻ എനിക്ക് തന്നു. യേശു എൻ്റെ മരണം ഏറ്റെടുത്തു, അവന്റെ ജീവൻ എനിക്ക് തന്നു. ഇതാണ് കാൽവറി ക്രൂശിൽ നടന്നത്. അവൻ എനിക്ക് പകരക്കാരനായി തീർന്നു. ഞാൻ ശിഷ്യനാകുമ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനാണ്. ക്രൂശിൽ അവൻ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. എനിക്ക് പകരക്കാരനായി തീർന്നത് കൊണ്ടാണ് യേശുവിന് മരിക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ യേശു ഒരിക്കലും മരിക്കില്ലായിരുന്നു. യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട്, എനിക്ക് പകരക്കാരനായി തീർന്നത് കൊണ്ട്, എനിക്ക് പകരമായിട്ടാണ് അവൻ മരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ടാണ് ക്രൂശീകരണം സാധ്യമായത്. അല്ലെങ്കിൽ റോമൻ പടയാളികൾക്ക് യേശുവിനെ ക്രൂശിക്കാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ് റോമൻ പടയാളികൾക്ക് യേശുവിനെ ക്രൂശിക്കാൻ കഴിഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ക്രൂസിഫിക്ഷൻ പോസിബിൾ. അടുത്ത കാര്യം,
ക്രൂസിഫിക്ഷൻ മെയ്ഡ് റിഡംഷൻ പോസിബിൾ. യേശു എൻ്റെ പകരക്കാരനായതുകൊണ്ടാണ് ക്രൂശിൽ അവൻ മരിച്ചത്, അല്ലെങ്കിൽ മരണത്തിന് അവനെ സ്പർശിക്കാൻ കഴിഞ്ഞത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ക്രൂസിഫിക്ഷൻ പോസിബിൾ. എന്നാൽ അവൻ ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് എൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായത്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് അവൻ്റെ ശിഷ്യനാകുവാൻ കഴിയുന്നത്. ക്രൂസിഫിക്ഷൻ മെയ്ഡ് റിഡംഷൻ പോസിബിൾ. അതുകൊണ്ടാണ് എനിക്ക് ശിഷ്യനാകാൻ കഴിഞ്ഞത്. ഇനിയുള്ള ക്ലാസ്സുകളിലും നമുക്ക് ശിഷ്യത്വത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര ആവശ്യമാണ്. റിഡംഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. റിഡംഷൻ ആണ് നമ്മളെ ശിഷ്യത്വത്തിന് പ്രാപ്തമാക്കിയത്. റിഡീംഡ് അല്ലാത്ത ആർക്കും ശിഷ്യനാകാൻ കഴിയുകയില്ല. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ക്രൂസിഫിക്ഷൻ പോസിബിൾ. ക്രൂസിഫിക്ഷൻ മെയ്ഡ് റിഡംഷൻ പോസിബിൾ. സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നതുകൊണ്ടാണ് ക്രൂശീകരണം നടന്നത്. ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനാണ്. എനിക്ക് പകരക്കാരനായി ക്രൂശിൽ മരിച്ച് യേശു എന്നെ വീണ്ടെടുത്തു. വീണ്ടെടുത്തത് കൊണ്ടാണ് എനിക്ക് ശിഷ്യനാകുവാൻ കഴിയുന്നത്. അങ്ങനെ ഞാൻ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനാണ്. യേശുവിനെ എൻ്റെ കർത്താവാക്കി എന്നിൽ അവൻ വാഴുമ്പോൾ ശിഷ്യനായി തീർന്ന ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. നമുക്ക് വീണ്ടും ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.